അമർ നോവലിൻ്റെ വായന ആരംഭിക്കുകയാണ്, തുടരുകയാണ്. അസുറാദിക്കു മുക്തദും ബിൽ ഖൽഖ് സഅത്തുൽ മൗലിദ് കയൗമിൽ ഹശർ വസവാരിഹു തൻതലിഖു ഫിൽ ഫലാ ഇൻഷഖൻ നൂർ വൻ അദമൽ ലലാം ലിമൗലിദി അഹ്മദ് വതഹാദത് റോൾസ് റോയ് ഹത്ത വഖഫത് അമാമ സുറാദിഖ് ഹബത മിൻഹ തലബ മർസൂഖ് ഫഖഫ ലിസ്തിഖ്ബാലിഹി അഖ്വാമുൻ വഅഖ്വാമുൻ മിനസ് സാദത്തി അദ്ദിമർദാശിയ ത്വരീഖത്തുർ റജുൽ അല്ലദീ ജമഅ ഫീ ഖൽബിഹി ബൈന റസൂലി വൽ മൻദൂബ് അസ്സാമി. ആഘോഷപ്പന്തൽ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പ്രവാചകൻ്റെ ജന്മദിനാഘോഷം നടക്കുന്ന സ്ഥലത്തെ തിരക്ക് കണ്ടാൽ അന്ത്യദിനത്തിലെ ജനസാഗരം പോലെ എന്നേ തോന്നൂ. അന്തരീക്ഷത്തിൽ കരിമരുന്ന് പ്രയോഗിക്കുന്നുണ്ട്. എങ്ങും പ്രഭാവലയം പരന്നതോടെ ഇരുൾ വിട്ടകന്നു. ഒരു റോൾസ് റോയ്സ് കാർ പന്തലിന് മുന്നിൽ പതിയെ വന്നു നിന്നു. അണ്ടർ സെക്രട്ടറിയായ ത്വൽബ മർസൂഖിനെ സ്വീകരിക്കാനായി ആൾക്കൂട്ടവും ദിമർദാശിയ സൂഫിധാരയിലെ അംഗങ്ങളും കാറിനരികിലേക്ക് ചെന്നു. പ്രവാചകനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെയും ആദരിക്കുന്നവർ. വലമഹനെ സ്വാഹിബു റോൾസ് റോയ് ഫഅറള അന്നി ഫി കിബിരിയൻ വഖീല ലൈലത്തുഹ ഇന്നക ജിഅത ഫമിലൻ കമാ ജിഅതനി അല്ലൈല വദഅ സയ്യിദുൽ മുത്രിബീൻ ഇലാ വസത്തി സുറാദിഖ് ഫഅൻഷദ യാ സമാ മാ അലത്ക സമാ വഫിൽ ഹസീഅ അൽ അഖീർ മിൻ അല്ലൈൽ ഗന്ന أحب أشوفك فأطاح بعقول المريدين. متى كانت تلك الليلة العجيبة؟ على التحديد لا أذكر، ولكنها حتما سبقت وفاة الرجل الجليل وإلا ما صفى لي الطرب. എന്നെ നേരിൽ കണ്ടെങ്കിലും റോൾസ് റോയ്സിൽ വന്നിറങ്ങിയ ആൾ അഹങ്കാരത്തോടെ തിരിഞ്ഞു നടന്നു. ഇന്നത്തേതുപോലെ തന്നെ നിങ്ങൾ അന്ന് രാത്രിയിലും ഏറെ കുടിച്ചുവെന്ന് ആരോ പറഞ്ഞു കേട്ടിരുന്നു. പിന്നീടാണ് മുഖ്യ ഗായകനെ പന്തലിലേക്ക് ക്ഷണിച്ചത്. ഉന്നതങ്ങളിലെ ആകാശമേ എന്ന പാട്ടും പിന്നെ അന്ത്യയാമങ്ങളിൽ എൻ്റെ കണ്ണുകൾക്ക് അങ്ങയെ കാണാൻ കൊതിയുണ്ട് എന്ന ഗാനവും അയാൾ ആലപിച്ചു. ആ അതിശയകരമായ രാത്രി എന്നായിരുന്നുവെന്ന് കൃത്യമായി ഓർമ്മയില്ല. ഏതായാലും മഹാനായ സഅദ് മരിക്കുന്നതിന് മുമ്പ് തന്നെയായിരിക്കണം. അല്ലാത്തപക്ഷം അന്ന് രാത്രിയിൽ എനിക്ക് അത്തരത്തിൽ ആസ്വദിക്കാനാകില്ലായിരുന്നല്ലോ. വകുന്തു അജ്ലിസു ഫിൽ മദ്ഖൽ വലാ അഹദുൻ മഅി ഫിൽ ബൻസിയൂൻ ഇൻദമാ ദുഖൽ ജറസ് ഫതഹ്തു ശുറാഅ അലാ ത്വരീഖത്തിൽ മദാം ഫറഅയ്തു അമാമി വജ്ഹൻ ഇൻശറഹ ലിമർആഹു സ്വദ്രി. ലോബിയിലിരിക്കുകയായിരുന്നു ഞാൻ. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഹോം സ്റ്റേയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. മാഡം ചെയ്യുന്ന രീതിയിൽ കിളിവാതിൽ തുറന്നു നോക്കി. ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചൊരു കാഴ്ചയായിരുന്നു അത്. മിനൻ നളറത്തിൽ ഊല ഇൻശറഹ ലഹു സ്വദ്രി വജ്ഹുൻ അസ്മർ ലിഫല്ലാഹത്തിൻ മുതവ്വഖത്തി റഅസ് വലിവജ്ഹിൻ ബിത്വറഹത്തിൻ സൗദാ അസീലത്തുൽ മലാമിഹ് മുഅസ്സിറത്തുൻ ജിദ്ദൻ ബിനളറത്തി ഐനൈഹ അൽ ഹുൽവ അൽ മുതറഖിബ. കറുത്ത സ്കാഫ് ധരിച്ച ഒരു ഗ്രാമീണ യുവതി, വെയിലേറ്റ് ഇരുണ്ട മുഖം, ലക്ഷണമൊത്ത മുഖഭാവങ്ങൾക്ക് കരുത്ത് പകരുന്ന പ്രത്യാശ ജനിപ്പിക്കുന്നതുമായ ആ നോട്ടം. മൻ അൻതി അന സഹ്റ ഖാലത്ഹാ ബിബറാഅത്തിൻ വസിഖത്തിൻ കഅന്നമാ തൻതിഖു ബിസ്മി ആലമിൻ മിനൽ അഅലാം വസഅൽതുഹാ വഅന അബ്തസിം മാദാ തുരീദിന യാ സഹ്റ അസിത് മാരിയാന ഫതഹ്തുൽ ഹൽബാബ് ഫദഖൽതു ഹാമിലത്തൻ ബുഖ്ജതൻ സഗീറത്തിൻ فنظرت فيما حولها ثم سألت أين الست؟ فنظرت فيما حولها ثم سألت أين الست؟ ستجيء بعد قليل اجلسي. ആരാണ്? ഞാൻ സുഹ്റയാണ്. നാട്ടിലെല്ലാവർക്കും സുപരിചിതമായ പേരിനുടമയാണ് താനെന്ന ഭാവത്തിൽ മറുപടി. ചിരിയോടെ ഞാൻ ചോദിച്ചു, ഓക്കെ, സുഹ്റയ്ക്ക് എന്താ വേണ്ടത്? മാരിയാന മേഡത്തെ കാണണം. വാതിൽ തുറന്നു കൊടുത്തതും ചെറിയൊരു ഭാണ്ഡക്കെട്ടുമായി യുവതി അകത്തേ കയറി. ശേഷം ലോബിക്ക് ചുറ്റും ആകാംക്ഷയോടെ നോക്കാൻ തുടങ്ങി. മാഡം എവിടെയാണ്? ഉടൻ വരും, ഇവിടെ ഇരിക്കൂ. ജലസ തല മക്കാദിൻ വാലിഅത്തൻ അൽ ബുഖ്ജത അലാ ഹിജ്രിഹ ഫഉദ്തു ഇലാ മജ്ലിസി ഫീ നശാത്തിൻ ജദീദ് ജഅൽതു അൻദുറു ഇലൈഹ ഇലാ തക്വീനിഹ അൽ ഖവിയ്യ റഷീഖ് വമുലാഹത്തിഹ അൽ ഫായിഖ വശബാബിഹ അൽ ഗൽ വഅന ഫീ ഗായത്തിൽ ഇർതിയാഹ്. ഭാണ്ഡക്കെട്ട് മടിയിൽ വെച്ച് അവളൊരു കസേരയുടെ ഓരത്ത് ഇരിപ്പുറപ്പിച്ചു. ഞാനാകട്ടെ പുതിയ ആവേശത്തോടെ സ്വന്തം ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു. അഴകുള്ള അവളുടെ ബലിഷ്ഠമായ രൂപത്തിലേക്കും സുന്ദരമായ മുഖത്തേക്കും സൂക്ഷിച്ചു നോക്കുകയായിരുന്നു ഞാൻ.
യുവത്വം തുളുമ്പുന്ന രൂപം കാണുമ്പോൾ അതിയായ ആശ്വാസമാണ് മനസ്സിൽ നിറയുന്നത്. അവളോട് എന്തെങ്കിലും സംസാരിച്ചേ തീരുവെന്ന മോഹം എന്നെ കീഴടക്കുകയായിരുന്നു. വസ്തസ്ലംതു ലിറഗ്ബത്തിൻ ഫി മുഹദസതിഹാ ഫഖുൽത് ഖുൽതി ഇന്ന ഇസ്മകി സഹ്റ സഹ്റ സലാമ മിൻ ഐന യാ സഹ്റ മിന സിയാദ ബഹിറ അലാ മിആദി മഅൽ മദാം ലാ ഇദൻ ജിഅ്തു ലിയുഖാബിലഹ തഅരിഫുകി طبعا نعم تمليت جمالها وشبابها بارتياح ولم أشعر بمثله من دهر ثم عدت أسألها. നിന്റെ പേര് സുഹ്റ എന്നല്ലേ പറഞ്ഞത്? അതെ, സുഹ്റ സലാമ. സുഹ്റ എവിടെ നിന്നാണ് വരുന്നത്? ബഹീറയിലെ സയാദിയയിൽ നിന്നും. മാഡത്തെ കാണാൻ നേരത്തെ അനുവാദം വാങ്ങിയിരുന്നോ? ഇല്ല. പിന്നെ മാഡത്തെ കാണാനാണ് ഞാൻ വന്നത്. അപ്പോൾ അവർക്ക് നിന്നെ ഉറപ്പായും അറിയാമായിരിക്കും അല്ലേ? തീർച്ചയായും. യുവത്വവും സൗന്ദര്യവും തുളുമ്പുന്ന ആ രൂപം നോക്കിയിരുന്നപ്പോൾ ഏറെ നാളുകൾ അനുഭവിക്കാത്ത തരത്തിലുള്ള ഒരാശ്വാസം എനിക്ക് തോന്നി. ഹൽ തഈശീന ഫിൽ ഇസ്കന്ദരിയ മിൻ സമനിൻ ത്വവീൽ? ലം അഈശ് ഫിൽ ഇസ്കന്ദരിയ വലാകിൻ സുർതുഹാ മിറാറൻ മഅൽ മർഹൂമി അബി വകൈഫ അറഫ്തിൽ മദാം കാന അബി യജിഉഹാ ബിൽ ജുബിൻ വസ്സുബ്ദ് വസ്സുമിൻ വദ്ദജാജ് വകുൻതു അജിഉ മഅഹു അഹ്യാനൻ. നീ പണ്ടെങ്ങാനും ഇവിടെ അലക്സാണ്ട്രിയയിൽ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. വാപ്പ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനൊപ്പം പലതവണ അലക്സാണ്ട്രിയയിൽ വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് മാഡവുമായി പരിചയം? മാഡത്തിനായി പാൽക്കട്ടിയും വെണ്ണയും കോഴികളുമൊക്കെ വാപ്പ കൊണ്ടുവന്ന് നൽകിയിരുന്നു. അക്കൂട്ടത്തിൽ ചിലപ്പോഴൊക്കെ ഞാനും അവിടെ വന്നിട്ടുണ്ട്. ഫഹിംതു തുനവ്വീന യാ സഹ്റ അൻ തഹില്ലി മഹല്ല അബീഖ്. ഓ, മനസ്സിലായി. അപ്പോൾ പിതാവിൻ്റെ കച്ചവടം നീയാണല്ലേ നടത്തുന്നത്? ഇല്ല. حولت عينيها إلى البارفان كأنما لتتفادى من المزيد فاحترمت سرها وازددت لها حبا. കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കാത്ത പോലെ അവൾ തിരശീലയിലേക്ക് നോട്ടം മാറ്റി. അതോടെ അവളുടെ സ്വകാര്യതയെ മാനിക്കാനായി ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. എന്നാൽ അവളോടുള്ള സ്നേഹം കൂടിയതേയുള്ളൂ. വബികുല്ലി ഹനാനിൻ ദഅഉതു ലഹാ ഫീ സിരി അൻ യഹ്ഫിളഹ അല്ലാഹ്. രഹസ്യമായി അവൾക്കായി പ്രാർത്ഥിക്കുകയും ആയിരുന്നു ഞാൻ. قلت أنا أقبل يدها المعروكة المدبوغة ببركة دعواتك أصبحت رجلا ولا كل الرجال. ആ പരുവരുത്ത കൈപ്പത്തിയിൽ ചുംബിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനകളാണ് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരാളായി എന്നെ മാറ്റിയത്. എനിക്കൊപ്പം കൈറോയിലേക്ക് വന്നുകൂടെ? ഹലുമി മഇ ഇലൽ കാഹിറ ഫഖാലത്ത് വഹിയ തതതല്ലഉ നഹ്വി ബിഹനാനിൻ ഫൽയസിദ്കല്ലാഹു മിൻ ഖൈരിഹി വബറകാതിഹി അമ്മാ അന ഫലൻ ഉഗാദിറൽ ബൈത്ത് ഇന്നഹു ഹയാതി വ ഉംരി. ഇല്ല മോനെ, എനിക്ക് വീട് വിട്ട് പോകാനേയാകില്ല. എൻ്റെ ജീവിതവും ലോകവുമൊക്കെ ഇവിടെയാണ്. പടച്ചവൻ നിനക്ക് അനുഗ്രഹങ്ങൾ ഇനിയും ഏറെ നൽകട്ടെ. ഇത് മറ്റൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ബൈത്തുൻ നഹീൽ മുഖശ്ശറുൽ ജുദ്റാൻ تلتمه الرياح وتستقر أملاح البحر على حجاره وتلفحه روائح السمك المقدس على شاطئ الأنفس. ചെറിയൊരു വീടായിരുന്നു അത്. കാറ്റടിക്കുന്നത് താങ്ങാനാകാതെ അടർന്ന ചുവരുകൾ, കട്ടിലിൽ നിന്നുള്ള ഉപ്പ് പതിച്ച കല്ലുകൾ, അൻഫൂഷിയുടെ തീരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന മീനുകളുടെ ഗന്ധം വിട്ടുമാറാത്ത ഒരിടം. അൻഫൂഷിയുടെ തീരത്തുള്ള ഒരു വീടിനെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്, സഹ്റയെക്കുറിച്ചല്ല. അത് ഏതാണ് വീട് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. قلت لكنك تعيشين هنا وحدك فقالت معي خالق الليل والنهار. പക്ഷേ നിങ്ങളിവിടെ തനിച്ചല്ലേ? ആര് പറഞ്ഞു? രാപ്പകലുകളെ സൃഷ്ടിച്ച തമ്പുരാനുണ്ടല്ലോ എനിക്ക് കൂട്ടായി. ദുക്കൽ ജറസ് ഫഖാമത്ത് സഹ്റ ففتحت الباب ونظرت إليها المدام بدهشة ثم هتفت زهرة غير معقول. لسمت الفتاة يدها مشرقة الوجه لحرارة الترهيب. ഹോം സ്റ്റേയുടെ മുമ്പിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും സഹ്റ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു.
അവളെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് മാഡം. ഇതാര്? സഹറയോ? വിശ്വസിക്കാനാവുന്നില്ല. സ്വാഗതമോതുന്ന തരത്തിലുള്ള പുഞ്ചിരിയോടെ സഹറ മാരിയാനയുടെ കൈപ്പത്തിയിൽ ചുംബിച്ചു. നിന്നെ കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. നിന്റെ പിതാവിന് ശാന്തി കിട്ടട്ടെ. അള്ളാഹു യർഹമു വാലിദക്. തസവ്വജ്തി യാ സഹ്റ? കല്ല, ഗൈർ മഅഖൂൽ. വിശ്വസിക്കാനാവുന്നില്ലല്ലോ. വലഹികത് ആലിയൻ സുമ്മ ഇൽതഫത്തത് ഇലയ്യ ഖായിലൻ സഹ്റ ബിന്തു റജുലിൻ ത്വയ്യിബിൻ യാ മിസു ആമിർ. പൊട്ടിച്ചിരിക്കുന്നതിനിടയിൽ മാരിയാന എന്നെ നോക്കി പറഞ്ഞു, ഇവളുടെ വാപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു മിസ്റ്റർ ആമിർ. വമലത്ത മഅൻ ഇലദ്ദാഖിലി ഹൈന ജാശ സ്വദ്രി ബിഹനാനിൻ വ ഉബുവത്തിൻ. ഒരുമിച്ച് ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹറയോട് അതിയായ വാത്സല്യം തോന്നി. വലമ്മ ജമഅന മജ്ലിസ് അല്ലൈൽ അന വത്വലബ വമാരിയാന ഖാലത്തിൽ മദാം അഖീറൻ ഇർതഹ്തു വസഖതത് ലഹലതൻ സുമ വാസലത് സഹറ സതഅമലു ഇൻദി اجتاحني إحساس غريب بالفرح والضيق معا ثم سألت أجاءت لتعمل خادمة؟ نعم لم لا، ستكون على أي حال في مركز ممتاز، ولكن ما كانت تستأجر نصف فدان وتزرعه بنفسها. وما رأيك في ذلك؟ جميل، ولكن لما تركت أرضها؟ نظرت إلي مليا ثم قالت لقد هربت. അവസാനം എനിക്കല്പം വിശ്രമിക്കാമെന്നായിരിക്കുന്നു. രാത്രി എനിക്കും തൊൽബക്കും ഒരുമിക്കുന്ന വേളയിൽ മാരിയാന പറഞ്ഞു. ഒരു നിമിഷം നിർത്തിയ ശേഷം മാഡം തുടർന്നു, സുഹറ എന്നെ സഹായിക്കാനുണ്ടാകും. സന്തോഷവും അതേസമയം അല്പം ആശങ്കയും നിറഞ്ഞ വികാരത്തിനിടയിൽ ഞാൻ പറഞ്ഞു, അപ്പോൾ അവൾ ഇവിടെ ജോലിക്കാരിയായി വന്നതാണോ? അതെ. അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടായിക്കൂടാ? ആ പണി നന്നായി ചെയ്യാൻ അവൾക്ക് സാധിക്കും. പക്ഷേ 1/2 ഏക്കർ സ്ഥലത്ത് പാട്ടത്തിനെടുത്ത് സ്വന്തമായി കൃഷി ചെയ്തിരുന്ന പെണ്ണാണ്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതൊക്കെ നല്ല കാര്യം. പക്ഷേ അവൾ എന്തിനാണ് പിന്നെ സ്വന്തം മണ്ണുപേക്ഷിച്ച് ഇവിടെ വന്നു നിൽക്കുന്നത്? കുറച്ചു നേരം എന്നെ തന്നെ നോക്കിയിരുന്ന ശേഷമാണ് മാരിയാന മറുപടി പറഞ്ഞത്. അവൾ ഒളിച്ചോടി വന്നതാണ്. ഒളിച്ചോടിയെന്നോ? ഖാലത്ത് ത്വൽബ സാഹിറൻ യഅ്തബറുഹാ ഇഖ്താഇയത്തൻ. ത്വൽബ പരിഹസിച്ചു. അവർ അവളെയും വല്ല ഭൂപ്രഭു എന്ന് കരുതിയിട്ടുണ്ടാകും. അറാദ ജദ്ദുഹ അൻ യുസവ്വിജഹ മിൻ അജൂസിൻ മിസ്ലഹു ലിതഖ്ദിമഹു വൽ ബാക്കി മഅറൂഫ്. ഉപ്പുപ്പ അവളെ ഒരു വൃദ്ധനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചത്രേ. രോഗിയായ അയാളുടെ കാര്യം നോക്കാൻ ഒരാളായിരുന്നു ആ വൃദ്ധൻ്റെ ആവശ്യം. ബാക്കി ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഖാലത്ത് ബിഹുസ്നിൻ ഹദസുൻ ഖതീറുൻ ലാ തഹ്ലിമുഹുൽ ഖറിയ. പക്ഷേ ഇത് വളരെ അപകടം പിടിച്ച കാര്യമാണല്ലോ. അവളുടെ ഗ്രാമത്തിലുള്ളവർ ഇതൊരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. വല അഹദുൻ ലഹ ബഅദ ജദ്ദിഹ ഇല്ലാ ശഖീഖത്തുഹ അൽ കുബ്ര വ സൗജുഹ. അവൾക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആകെയുള്ളത് ഈ ഉപ്പൂപ്പയും മൂത്ത സഹോദരിയും അവളുടെ ഭർത്താവും മാത്രമാണ്. വഇദാ അറഫു അന്നഹ ഹുന. അവൾ ഇവിടെയുണ്ടെന്ന് അവരെങ്ങാനും അറിഞ്ഞാലോ? മുഹ്തമൽ വലാക്കിൻ മാദായഹും. അറിയാൻ സാധ്യതയുണ്ട്, പക്ഷെ അതൊക്കെ ആര് ഗൗനിക്കുന്നു? അലാ തഖ്ശൈൻ, നിനക്ക് ഭയമില്ലേ? ലൈസത് സഗീറ വമാ ഫഅൽതു ഇല്ലാ അന്നനി ആവൈതുഹ വഅതൈതു ലഹ അമലൻ ശരീഫൻ. അതിനവൾ കൊച്ചു പെൺകുട്ടിയൊന്നുമല്ലല്ലോ. പിന്നെ ഞാനാകെ ചെയ്തത് അവൾക്ക് അഭയം നൽകുക മാത്രമാണ്. പോരാത്തതിന് മാന്യമായൊരു തൊഴിലും നൽകി. സുമ്മ ബിസ്റാറിൻ മിസു ആമിർ ലൻ അതഖല്ല അൻഹ. ഒന്ന് നിർത്തിയ ശേഷം എന്തോ ആലോചിച്ചുറച്ച പോലെ മരിയാന പറഞ്ഞു, മിസ്റ്റർ ആമിർ, ഞാൻ ഒരിക്കലും അവളെ കൈവിടുകയില്ല. ലൻ അതഖല്ല അൻ വാജിബി മാദാമ ഫിയ ഇറാഖുൻ യൻബൽ. സിരകളിൽ ജീവൻ പിടയുന്ന കാലത്തോളം ഞാൻ എൻ്റെ ധർമ്മത്തിൽ മുറുകെ പിടിക്കുക തന്നെ ചെയ്യും. വൽ തഫ്അൽ ബിന അൽ ഖുവ മാ തശാ. പിന്നെ അധികാരമുള്ളവർ അവർക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്തു കൊള്ളട്ടെ. വറാഹത്ത് തുഅല്ലിമുഹ വസഹറ തതഅല്ലം ബിസുറഅത്തിൻ ഫായിഖത്തിൻ വമാരിയാന തഖൂലു ബിസുറൂർ. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ മാരിയാന പഠിപ്പിച്ചു കൊടുത്തു. അതൊക്കെ സുഹറ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്തു. മാഡത്തിന് വലിയ സന്തോഷമായി. അൽബിന്ദു മുദിഹിശത്തുൻ യാ ആമിർ ബേഗ്. മുദിഹിഷ ദക്കിയ വഖവിയ മിൻ മറത്തിൻ വാഹിദ തഅരിഫ് അൽ മത്ലൂബ് അന ബഖ്തി ആലിൻ. ആമിർ ബേ, അവൾ മിടുക്കിയാണ് കേട്ടോ. മനക്കട്ടിയുള്ള ബുദ്ധിമതിയായ പെണ്ണ്. ഒരിക്കൽ പറഞ്ഞു കൊടുക്കുന്നത് ഏത് കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കും. എൻ്റെ ഭാഗ്യം, അല്ലാതെന്ത് പറയാൻ. ബഖ്ത് മീൻസ്
ഭാഗ്യം. വക്കാലത്ത് ലി ഫി മറത്തിൻ ഉഖ്റ വക്കാലത്ത് ലി ഫി മറത്തിൻ ഉഖ്റ മറയുക് ഹംസു ജുനൈഹാത്ത് ഗൈറൽ അക്ലി വല്ലബസ്. താമസവും ഭക്ഷണവും വസ്ത്രങ്ങളും കൂടാതെ 5 ഈജിപ്ഷ്യൻ പൗണ്ട് കൂലി കൊടുത്താൽ പോരെ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അലൻതു ഇർത്തിയാഹി സുമ്മ കൊൽത്തു ബി റജായിൻ ലാ തെൽബിസിഹാ ബി ത്വരീഖത്തിൻ അശരിയ. അത് നല്ല ശമ്പളമാണെന്ന് സൂചിപ്പിച്ച ശേഷം ഞാൻ അവരോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ദയവായി അവളെ മോഡേൺ ഡ്രസ്സുകൾ ധരിപ്പിക്കരുത്. അതുരീദുഹ അൻ തെൽബിസ കൽ ഫല്ലാഹത്ത് അസീസത്തി അൽ ബിന്ദു ജമീലത്തുൻ ഫക്കിരി ഫിൽ അംർ. അതെന്താ, അവൾ ഗ്രാമത്തിലേതുപോലെ കീറ തുണിയും ഇട്ട് നടത്തിയാൽ മതിയെന്നാണോ? എൻ്റെ പൊന്നെ, അവൾക്ക് വളരെ സുന്ദരിയായ പെൺകുട്ടിയല്ലേ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന ഐനി മഫ്തൂഹത്തുൻ ദൈമൻ വൽ ബിന്ദു തയ്യിബത്തുൻ യമീസു അമർ. ഞാൻ ശ്രദ്ധിച്ചോളാം, പിന്നെ അവൾ നല്ല കുട്ടിയാണ് താനും. ഹക്കദ ഖത്തറത്ത് സഹിറ ഫി ഫുസ്താനിൻ മിനൽ കസ്തൂർ ഫുസില അല ജിസ്മിഹ അർ റഷീഖ് ലിയുബ്രിസ മഹാസിനഹു وربما لأول مرة بعد طول اختفاء تحت الجلباب الفضفاض المسترسل حتى الكعبين ومشط شعرها جيدا بعد أن غسل بالجاز ثم فرق في وسط الدماغ ليجتمع في ضفيرتين إنسابتا في امتلاء وراء الأذنين. കാൽപാദം വരെ നീളുന്ന ജല്ലാബിയ കുപ്പായം ഇത്രയും കാലം അവൾ ധരിച്ചിരുന്നത്. അങ്ങനെ അവൾ കോട്ടൺ ഫ്രോക്ക് ഇടാൻ തുടങ്ങി. അവളുടെ സുന്ദരമായ ശരീരത്തിന് എന്തുകൊണ്ടും യോജിക്കുന്ന വസ്ത്രമായിരുന്നു അത്. എണ്ണ തേച്ച മൃദുവാക്കിയ തലമുടി രണ്ടാക്കി പകുത്ത് ചെവികൾക്ക് പിറകിൽ മെടഞ്ഞിടും. വറഅഹ ത്വലബ മർസൂഖ് ഫനദറ ഇലൈഹ മുത്തഫരിസൻ സുമ്മ മാല നഹ്വി ബഅദ ദഹബിഹ വഹംസ ഖായിലൻ. അവളെ ഒന്ന് തുറിച്ചു നോക്കിയ ശേഷം തൻ്റെ ചെവിക്കരികിലേക്ക് ചാഞ്ഞു വന്ന് ത്വൽബ മർസൂഖ് പറഞ്ഞു, സ നുഷാഹിദുഹ ഫി സ്വൈഫിൽ ഖാദിം ഫിൽ ജൻഫ്വാസ് ഔ മോൺകാർലോ. ഇങ്ങനെയാണെങ്കിൽ അടുത്ത വേനൽക്കാലമാകുമ്പോഴേക്കും ഇവൾ മോണ്ടി കാർലോയിലോ ജൻവോസിലോ ഒക്കെ എത്തിയിരിക്കും. ഫഖുൽതു ബിസ്തിയാഇൻ ഫാലല്ലാഹു വലാ ഫാലക യാ ശൈഖ്. ഓ പടച്ചവൻ കാക്കട്ടെ. സുമ്മ മറ ബിഹ വഹുവ ഫി തരീഖിഹി ഇലൽ ഖാരിജ് ഫസഅലഹ മുദാഇബൻ. പിന്നെ അവളുടെ അരികിലൂടെ തൻ്റെ മുറിയിലേക്ക് പോകുന്ന വേളയിൽ അയാൾ ചോദിക്കുകയും ചെയ്തു, ഹൽഫിക്ക് ഐറക്കുൻ അജ്നബിയും യാ സഹ്റ. നിന്റെ പൂർവികരിൽ വല്ല സായിപ്പന്മാരും ഉണ്ടായിരുന്നോ? ഷയ്യഅതുഹു ബിനദറത്തിൻ മുതസായില വാളിഹുൻ അന്നഹ ലൻ തസ്തൽതിഫുഹു വനദറത്ത് നഹ്വി ഫഖുൽതു ലഹ ഇന്നഹു യുദാഇബുക് ഫഅതബിരി ഖൗലഹു നൗഅൻ മിന സനാ. മനസ്സിലാകാത്തതുപോലൊരു നോട്ടമായിരുന്നു സുഹറയുടെ പ്രതികരണം. അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വ്യക്തമായി. അയാൾ ഒരു തമാശ പറഞ്ഞതാണ്, നീ അതൊരു അഭിനന്ദനമായി എടുത്താൽ മതി. സുമ്മ കുൽത്തു ബാസിമൻ വാന ഐലൻ മിൻ ഒഷാക്കിക്ക യാ സഹ്റ. പിന്നെ ഞാനും നിന്റെ ആരാധകനാണ് കേട്ടോ. ഫബ്തസമത് ഇബ്തിസാമത്തൻ സ്വാഫിയത്തൻ ഫലം അശുക്ക ഫി അന്നഹ തുബാദിലുനി മവദ്ദത്തൻ ബി മവദ്ദത്തിൻ വസുരിർതു ബിദാലിക ജിദ്ദൻ. സുഹറ മനോഹരമായി പുഞ്ചിരിച്ചു. അവൾക്ക് എന്നെ ഇഷ്ടവും വിശ്വാസവുമാണെന്ന് മനസ്സിലായപ്പോൾ സന്തോഷം തോന്നി. وكانت المدام تدعوها بعد انتهاء العمل للجلوس معنا في المدخل حول الراديو فكانت تختار مقعدا بعيدا بعض الشيء عنا وعلى كثب من البارفان وتتابع أحاديثنا برغبة جادة في الاستطلاع والفهم واستأنستها بمودتي فصرنا صديقين وتبادلنا الكلام كثيرا في الفرص المتاحة. ജോലിയൊക്കെ കഴിഞ്ഞാൽ ലോബിയിൽ ഞങ്ങൾക്കൊപ്പം റേഡിയോയ്ക്കരികിൽ വന്നിരിക്കാൻ മാഡം സുഹ്റയെയും ക്ഷണിക്കും. കുറച്ചു മാറി തിരശീലയുടെ അടുത്തായിരിക്കും അവൾ ഇരിക്കാറുള്ളത്. ശേഷം വലിയ താല്പര്യത്തോടെ ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരിക്കും. അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കും. ഒരു ദിവസം രാത്രി സുഹ്റ തൻ്റെ കഥ ഞങ്ങളോട് പറഞ്ഞു. വഖസത്ത് അലൈന ذات ليلة قصتها بنفسها وهي تظن أننا نسمعها لأول مرة. അവൾ കരുതിയത് ഞങ്ങൾക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നായിരുന്നു. ثم قالت تعليقا على بعض ظروفها أراد زوج أختي أن يأكلني فزرعت أرضي بنفسي. വാപ്പ മരിച്ചപ്പോൾ സഹോദരിയുടെ ഭർത്താവ് എൻ്റെ അവസ്ഥയെ മുതലെടുക്കാൻ നോക്കി. അപ്പോഴാണ് അവരെ ആശ്രയിക്കാതിരിക്കാനായി ഞാൻ സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അലം അഷുക്ക അലൈക്ക ദാലിക യാ സഹ്റ. അലം യഷുക്ക അലൈക്ക ദാലിക യാ സഹ്റ. അത് നിന്നെ സംബന്ധിച്ച് ദുഷ്കരമായ കാര്യമായിരുന്നില്ലേ സുഹ്റ?
കല്ല ഇന്നനി ഖവിയത്തുൻ ബിഹംദില്ലാ ലൻ യഗ്ലിബനി അഹദുൻ ഫിൽ മുആമല വലാ ഫിൽ ഹഖിൽ ലാ ഫിൽ ഹഖിൽ വലാ ഫിൽ സൂഖ് ഫഖാല ത്വലബ മർസൂഖ് ലാഹിക്കൻ വലാകിന്ന الرجال يهتمون بأمور أخرى أيضا فقالت بتحد لطيف أكون رجلا عند الضرورة. ഒരിക്കലുമില്ല, എനിക്ക് ആരോഗ്യമുണ്ട്, അതിന് ദൈവത്തോട് നന്ദിയുമുണ്ട്. സ്വന്തം തൊഴിലിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല, അത് പാടത്തായാലും അങ്ങാടിയിലായാലും ശരി. ത്വൽബ മർസൂഖ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷേ ആണുങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലും താല്പര്യമുണ്ടാകും. സഹറയുടെ മറുപടി, വേണ്ടി വന്നാൽ ഒരാണാവാനും എനിക്ക് മടിയില്ല. ബാക്കി അടുത്ത ക്ലിപ്പിൽ വായിക്കാം. അസ്സലാമു അലൈക്കും.